നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രതികരിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ചാണകത്തിൽ ചവിട്ടി ഫിലമെന്റ് അടിച്ചു പോയിട്ടുള്ള ഒരു വേട്ടാവളിയൻ. ഇവൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയല്ലേ, സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന. നിങ്ങൾ പല ആളുകളും അത് കണ്ടു കാണും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നടക്കം ഈ വേട്ടാവളിയൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മറുപടി ഓരോന്നായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവന് ഫ്രസ്ട്രേഷനായി, ഇവന് കുരുപൊട്ടി. എന്നിട്ട് ഇവൻ നേരെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ഇവൻ്റെ ഭാര്യയും 2 പെമ്മക്കളെയും കൊണ്ടുവന്നിരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അവരെയും ഇവൻ അവഹേളിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കാരണം സംഘി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ഇവനെന്തോ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. തൃക്കാക്കരയിൽ നിന്ന് ഇവൻ വിജയിക്കുമെന്നൊക്കെ വലിയ മനക്കോട്ട കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ നിന്നെപ്പോലെ ചാണകം ചവിട്ടി മന്ദബുദ്ധികളല്ല. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം, ഇവനെ പ്രസവിച്ചതും ഒരു സ്ത്രീ തന്നെയാണല്ലോ അല്ലെ, ആ അമ്മയെപ്പോലും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇവൻ്റെ ആ ഒരു പ്രസ്താവന വന്നത്. എന്നാൽ അതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം രംഗത്ത് വന്നപ്പോൾ അത് കേൾക്കാനുള്ള സഹിഷ്ണുത ഇവൻ ഇല്ലാണ്ടായിപ്പോയി. ഇവൻ അത്രത്തോളം ദുർബലനായിട്ടുള്ള ഒരു നിർഗുണ സംഖ്യയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാവർക്കും അറിയാമല്ലേ. ഇത്രയും കൂതറ പിടിച്ച ഒരു പരിപാടിയും ഇതിനകത്ത് വന്നിട്ടുള്ള ഇവന്മാരെല്ലാം അതിൽ നമ്പർ 1 കൂതറകളാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനും ഒരു പ്രയോജനവും ഇല്ലാത്ത ഇവനെപ്പോലുള്ളവനൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ്? ഇവിടെ ഒരു പുല്ലും ഉണ്ടാക്കാനില്ല. ഇവന്മാരെ കൊണ്ട് ഇപ്പോൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം തൃശ്ശൂർ എടുത്തപ്പോൾ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹതോഗതിയും പിന്നെ അവിടെ കാണുന്ന ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. തൃശ്ശൂർ പോട്ടെ, ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയാൽ കോർപ്പറേഷൻ, അതായത് മാറണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നാറിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം. ലവന്മാർ കാണിക്കുന്ന കോമഡികൾ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ തലക്ക് കൈവച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ചാണകത്തലയൻ ഇപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യനെയോ കുട്ടികളെയോ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോയി നിങ്ങൾക്കിട്ട് പണി തരുമെന്നാണ് പറയുന്നത്. നിന്നെപ്പോലെ വിവരം കെട്ടവരല്ല കേരളത്തിലെ പൊതുസമൂഹം. സ്ത്രീകളെ മാനിക്കുകയും സ്ത്രീകളെ മാനിക്കുകയും അമ്മയെ മാനിക്കുകയും പ്രസവിക്കുന്ന സ്ത്രീകളെയൊക്കെ മാനിക്കുന്നവർ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കേട്ടോ. അതുകൊണ്ട് നീയാണ് ഇപ്പം നിന്റെ ഭാര്യയും മക്കളെയും അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചുകൊണ്ട് നീ അവരെ അവഹേളിച്ചിരിക്കുന്നത്. എടാ, ചാണകം ചവിട്ടിയാൽ ഇത്രയ്ക്ക് അതമ്പതിച്ച് പോവുകടാ ഇവന്മാരൊക്കെ. എന്തായാലും നമുക്ക് ഇവൻ്റെ വെല്ലുവിളി ഒന്ന് കേട്ടതിന് ശേഷം നമ്മുടെ ഒരു സഹോദരി കൊടുക്കുന്ന ഒരു മറുപടിയും കൂടെ നിങ്ങൾ കാണാതെ പോരുത്. നമുക്ക് ആദ്യം കോട്ടാത്തല പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഭാര്യയോ എന്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം പഠിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എന്റെ ഭാര്യയോ എന്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളോ അവർക്ക് ഒരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട. എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് മര്യാദകളും കാണിക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറിവിളിക്കാൻ നടക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചോളൂ, മതപരമായി ആക്രമിച്ചോളൂ. ഇതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് ലക്ഷ്മി പല ഇന്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവിടെ തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എന്റെ അറിവിലോ എന്റെ കാഴ്ചയിലോ ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ മക്കളെടുത്ത് ചോദിച്ചാൽ അവർ പറയും എപ്പോഴെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എനിക്ക് സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാൻ അങ്ങനെ കഴിയത്തുമില്ല. എനിക്കങ്ങനെ കഴിയുന്ന ഒരു സിറ്റുവേഷൻസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കുറെ നാളുകൊണ്ട് തുടങ്ങിയതാണ്. മറ്റേ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നതാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഞാനൊക്കെ നിങ്ങളോട് പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എന്റെ ലൈഫിലുണ്ടായി എന്നേ ഞാൻ പോയത്. ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ക്ഷമിച്ചോ ഒരു കഴിയുന്ന ഒരാളാണ്. അതെന്റെ മക്കൾക്കറിയാം. ഞാനൊരു സഹിക്കുന്നുണ്ട്. ഇവരാ ഓടി വരുന്നത് അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടോന്ന് പറഞ്ഞാൽ 10 അടിച്ചു കൊണ്ടുവരും. ഇച്ചിരി കാരണം എവിടെയെങ്കിലും വീട്ടുകളിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഒരു എനിക്ക് കരിവേപ്പ് മൊത്തം ഒഴിച്ചോണ്ട് എന്ത് പറഞ്ഞാലും
ഒന്നെന്ന് പറഞ്ഞാൽ 100 കൊണ്ടുവരും. തങ്കു വരുന്ന കമന്റ് വായിക്കാം. അത് കുഴപ്പമില്ല മക്കളെ, നമ്മുടെ പറമ്പിൽ വന്ന് പട്ടികളെ തൂരി വെക്കാറില്ലേ, അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മൾ അതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തയിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. തങ്കു ഇങ്ങനെ നോക്കുക. മക്കളെ നിങ്ങൾ മെനഞ്ഞാൽ ഏത് സിനിമ കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണിക്ക് ആരൊക്കെ കാണാൻ പോയത്? വാഴ 2 ആരൊക്കെയാന്ന് പറ. അച്ഛൻ വന്നോ? മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? രാവിലെ രാത്രിയിലോ? ആ മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിരുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയിൽ എന്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് വരാൻ പറ്റുമോ? എടി നീ സ്വന്തമായിട്ട് വാഹനത്തിൽ അല്ലെ ഈ എറണാകുളത്ത് നടക്കുന്നത്? ഞാൻ മിനി കൂപ്പർ വാഹനം മേടിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നീ പണ്ടുള്ള സ്വർണം വിറ്റതിന്റെ പേരിൽ ഇവക്ക് വേണ്ടതിലധികം സ്വർണം മേടിച്ചു കൊടുത്ത ഭർത്താവാണ് ഞാൻ. ഇവക്ക് അല്ല ഞാൻ ചോദിച്ചത് അല്ല ഇവർക്ക് അല്ല ഈ സമൂഹത്തിൽ കുടുംബം കറക്കാൻ നടക്കുന്ന ഈ നാറികൾ ഒന്ന് ചുമ്മാ അറിയട്ടെ എന്താണ് കുടുംബം, എന്താണ് കുടുംബത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ പോലും എന്തടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലം കുടുംബം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു മൂല്യം. നിനക്ക് എത്ര പിള്ളേരെ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം? ഇവക്ക് അഞ്ച് മക്കളെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. 5 മക്കളെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് ഞാൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചില വീടുകളിൽ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ഭർത്താക്കന്മാർ ഗർഭിണിയാക്കുന്ന പരിപാടിയുണ്ട്. ഇന്ന് രാവിലെ നീ എന്താ പറഞ്ഞ പോയി കെട്ടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ അവൾ പറഞ്ഞത് അവളുടെ ഇത് ഈ എന്താ ട്യൂബ് ഫലോപ്പിൻ ട്യൂബ് എന്തായാലും അങ്ങനെ ട്യൂബ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരെന്ത് പറഞ്ഞാലും ഇതിപ്പോ ഈ ട്യൂബ് അടിക്കാത്തതിനോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യലി ശാരീരികമായിട്ട് പ്രായമാവുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന സന്തോഷങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളൂ. എന്റെയും ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒരു ക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിച്ചാൽ മതി. അല്ലാതെ ഈ മറ്റൊരാളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. കേട്ടല്ലോ നമ്മുടെ കോട്ടാത്തലയുടെ നിലവാരം അല്ലേ. പിന്നെ ഈ ചാണകം ചാരിയാൽ ചാണകമേ മണക്കൂ എന്ന് പറഞ്ഞത് കറക്റ്റാ. എന്തൊക്കെയാണ് ലെവൻ വന്നിരുന്നുണ്ട് ഈ പറയുന്നത്. തലക്ക് വല്ല വെളുവ ബോധമുണ്ട് സത്യത്തിൽ. ഇവന് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം ഇവന്റെ കുറെ വീഡിയോകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവനാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിനകത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയെന്നേ, മൊത്തം വേസ്റ്റ്. എന്തൊക്കെ വിവരക്കേടാണ് ഇവൻ വന്നിരുന്നോണ്ട് വിളിച്ചു പറയുന്നത്. എടാ ഈ ഭാര്യയും കുട്ടികളെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ അപമാനിച്ച് നിനക്കിട്ട് മറുപടി തന്നതേ ആ സഹോദരികൾ തന്നെയാണ് കേട്ടോ. അല്ലാതെ നിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യനെയോ മക്കളെയോ ഒന്നും അധിക്ഷേപിക്കാനും അവഹേളിക്കാനും നിന്റെ ഇതേ സ്റ്റാൻഡേർഡിൽ തരം താഴാനും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ കിട്ടത്തില്ല. അതെ നമ്മുടെ സഹോദരിയുടെ മറുപടി കേട്ടോ. ഈ അഖിൽമാരാരുടെ കേസിൽ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ ചേട്ടായി കളം വിട്ട് പോവാത്ത സ്ഥിതിക്ക് ഇനി നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അഖിൽമാരുടെ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ആത്മാഭിമാനത്തോടെ ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള മൗലികാവകാശം. ഇത് വേറെ ആരും തന്നതല്ല, നമ്മുടെ ഭരണഘടന നമുക്ക് ഓരോ മനുഷ്യർക്കും തന്നിരിക്കുന്നതാണ്. താങ്കൾ താങ്കളുടെ ഭാര്യയെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് അവിടെ ലംഘിക്കപ്പെടുകയാണ്. അത് താങ്കൾക്കും മനസ്സിലാവുന്നില്ല, ഇത് കേട്ടിരിക്കുന്ന ആ സ്ത്രീക്കും അത്രയും കൂടെ മനസ്സിലാവുന്നില്ല. അത് നാട്ടുകാർ പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നത്? എൻ്റെ ഭാര്യയും മക്കളെയും വെച്ച് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കും എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നല്ലോ. ചില നാറുകൾക്കൊരു വിചാരമുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ എങ്ങനെ വേണേലും അപമാനിക്കാം, തെറി വിളിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തല്ലാം, എന്ത് വേണേലും ചെയ്യാം, ഞാനാണ് അവരുടെ അതോറിറ്റി എന്ന തെറ്റാണ്. അങ്ങനെ ഒരു നാറിയാണ് താനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. തങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അവർക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതുകൊണ്ട് അവർക്കത് തോന്നുന്നില്ല. പക്ഷെ അഖിലെങ്കിലും അത് മനസ്സിലാക്കണം. ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളല്ലേ, അപ്പോൾ പിന്നെ താങ്കൾ അത് മനസ്സിലാക്കണ്ടേ? താങ്കളിപ്പോൾ എന്നെ ഫെമിനിച്ചി എന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ അത് ഫെമിനിച്ചി ആയതുകൊണ്ടല്ല. ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അങ്ങനെ നന്നായി അറിയാവുന്ന പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ കയറി ഫെമിനിച്ചി എന്ന് വിളിച്ച് കളിയൊക്കെ ചെയ്യുന്നത്. പിന്നെ ആരാരെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ പറമ്പിൽ തൂറാൻ വന്ന പട്ടികളായിട്ടല്ലേ നിങ്ങളുടെ പേജിൽ കമന്റ് ചെയ്തവരെ നിങ്ങൾ ഉപമിച്ചത്. എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, 1 2 പട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ തീട്ടം കോരി കളയാൻ പറ്റും. ലക്ഷക്കണക്കിന് പട്ടികൾ നിങ്ങളുടെ പറമ്പിൽ കയറി വന്നു കഴിഞ്ഞാൽ നാറിച്ചാവത്തേ ഉള്ളൂ. അപ്പൊ തൽക്കാലം പറമ്പടച്ച് കുറച്ച് ദിവസം സമാധാനമായിട്ട് വീട്ടിലിരിക്കും. അപ്പൊ എല്ലാം ശരിയാവും. ഓക്കെ, താങ്ക് യു. പോരെ, ഇനി ഇതിൽ കൂടുതൽ മറുപടി ഈ കോട്ടാത്തല എന്ന് പറഞ്ഞ് ചാണാത്തല ഇനി എവിടുന്ന് കിട്ടാനല്ലേ? എടാ സ്ത്രീകൾ തന്നെ നിനക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട്. സത്യത്തിൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ ഇത്രയധികം അവഹേളിക്കുകയും അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും മക്കളെയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരുടെ മുഖം കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കണ്ടന്റ് ചെയ്യാനായിട്ടുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുത്തതും നീ ഒറ്റൊരുത്തം തന്നെയാണ്. എടാ നിന്റെ തലയ്ക്കകത്ത് ലശേഷം ബോധമില്ല, അല്ലെങ്കിൽ ആൾ താമസം ഇല്ല എന്നുള്ളത്
ഞങ്ങൾക്ക് നീ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായപ്പോൾ തന്നെ മനസ്സിലായി. കാരണം നീ വലിയ ഗീർവാണമൊക്കെ മുഴക്കി രാജ്യത്തിനെതിരെയൊക്കെ വീഡിയോ ചെയ്തിട്ട് അവസാനം ഇവിടുത്തെ ദേശസ്നേഹികളെല്ലാം കൂടെ നിന്നെ എടുത്തിട്ട് കടവിറങ്ങിയപ്പോൾ നീ മാളത്തിൽ പോയി ഒളിക്കുകയും പിന്നീട് ഒരു അന്തർധാര ചർച്ചയുടെയൊക്കെ ഭാഗമായിട്ട് നീ ചാണകത്തിനകത്ത് ചവിട്ടിയതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. 4-ാം തീയതി ഒന്നുകൂടെ കാണേണ്ടി വരും. എന്തായാലും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം.